ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെഡ് ബോയ്സ് ഡിറ്റക്റ്റീവ്സിന്റെ എപ്പിസോഡ് 3 ആണ്. മുൻപേ ഉള്ള 2 എപ്പിസോഡ്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ ചെന്നാൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇവരുടെ കഴിഞ്ഞുപോയ കേസസ് സോൾവ് ചെയ്തതിനെ പറ്റിയൊക്കെ അറിഞ്ഞിട്ട് ആ നാട്ടിലുള്ള ടൗൺസൺ നാട്ടിലുള്ള ഗോസ്റ്റുകളെല്ലാം ഇവരെ അന്വേഷിച്ച് വരുവാണ്. അവരുടെ കേസസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം വരുന്ന ഒരാള് തലവേദന കാരണം ഈ തല ഇപ്പൊ പൊട്ടിത്തെറിച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു ഗോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് പെയിന്റിങ്ങിൽ ഇരുന്ന് ഹോണ്ട് ചെയ്യാൻ ശപിക്കപ്പെട്ട ഒരു ഗോസ്റ്റ് ആയിരുന്നു അടുത്തത്. അപ്പം എഡ്വിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ടർപ്പന്റൈൻ വെച്ച് തേച്ച് ആ പെയിന്റിങ്ങിനെ കേട് വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ശാപവും പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത കുറെ കേസസ് മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇവര് പറയുന്നുണ്ട് ഓവർ പോപ്പുലേഷൻ കാരണം ആഫ്റ്റർ ലൈഫിൽ എല്ലാവരും ഒരുപോലെ നോക്കാൻ പറ്റത്തില്ല. സോ ഗോസ്റ്റിന് ഇങ്ങനത്തെ സ്ട്രേഞ്ച് പ്രോബ്ലംസ് പെരുകുന്നു. ഇങ്ങനെയുള്ള കേസസ് ആണ് എഡ്വിനും ചാൾസിനും അതുകൊണ്ട് ഈ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. അതിന്റെ ഇടയ്ക്ക് ചാൾസ് പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഇത് അവരുടെ ഏറ്റവും ഫേവറേറ്റ് കേസ് ക്രിസ്റ്റലിന്റെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഇടയിൽ കൂടെ ഫ്ലർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് എഡ്വിൻ ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ. ദെൻ കാണിക്കുന്നത് സൂസൻ കെസ്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഗോസ്റ്റിനെയാണ്. ഇവര് ലാസ്റ്റ് വീക്ക് മരിച്ചുപോയ ഒരു സ്ത്രീയാണ്. ഇവര് വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 1994 അവരുടെ ബ്രദർ ഇൻ ലോ സിസ്റ്ററിനെ അവരുടെ 2 നീസസിനെയും കൊന്നു എന്ന് പറഞ്ഞിട്ട് ഡെവ്ലിൻ ഫാമിലി മർഡറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവര് 4 പേരും പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ടൗണിൽ ന്യൂ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. ലാസ്റ്റ് വീക്കിൽ ഇവർ മരിച്ചതിന് ശേഷം വീട്ടിനുള്ളിൽ ഗോസ്റ്റ് ആയിട്ട് ഇവർ പോകാൻ നോക്കുമ്പോ ആരോ അകത്ത് അലറുന്ന സൗണ്ട്സ് കേട്ട് അവർക്ക് കേറാൻ തോന്നിയില്ല. അതിന്റെ അകത്ത് ആരോ ഹോണ്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഫീ ഒക്കെ പേ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. ദെൻ അപ്പൊ ഇവർക്ക് ഇതിനെപ്പറ്റി ഇൻഫർമേഷൻസ് വേണമല്ലോ. അതിനൊരു ചാൾസും ക്രിസ്റ്റലും കൂടെ ഓണർ ലേഡിയുടെ അടുത്ത് വന്ന് ഡബ്ലിൻ മോട്ടേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം ഓണർ ലേഡി ആ നാട്ടുകാരിയാണല്ലോ. അപ്പൊ അവരതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്, ഇതിനെക്കുറിച്ച് കുറെ റൂമേഴ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ക്രിസ്റ്റൽ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്, ഒരു ആന്റി ഇങ്ങനെ ഹൊറർ സ്റ്റോറീസ് പറയുന്ന കേട്ടിട്ട് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഈ ടൈമില് എഡ്വിൻ നിക്കോടെ ആന്റി സിൻഡി ആണ് എന്ന പേരിൽ വേഷം മാറി ലൈബ്രറിയിൽ അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് ശേഖരിക്കാൻ പോയേക്കുവാണ്. സമയത്ത് ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന 3 മൈക്രോഫിഞ്ച്, അതായത് ആ കാലത്ത് പെൻഡ്രൈവിൽ ആ രീതിയിൽ ഇൻഫർമേഷൻസ് എല്ലാം സേവ് ചെയ്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഓണർ ലേഡിയും കഥ പറഞ്ഞു തുടങ്ങുന്നു. അതായത് ഡെവിളിൻ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ ഫാമിലി ആയിരുന്നു. 1990-ലായിരുന്നു അവർ ആ വീടൊക്കെ മേടിച്ചിരുന്നത്. എല്ലാ ആ ഫാമിലിയിലെ അമ്മയുടെ മക്കളുടെ എല്ലാം സ്കെലിറ്റൻ അലമാര അവരുടെ ക്ലോസറ്റിൽ തന്നെയാണ് കണ്ടെത്തിയത്. ഒരു നൈറ്റ് അവിടുത്തെ ഗ്രഹനാഥൻ സൈക്കോ ആയിട്ട് മാറി ബിഹേവ് ചെയ്തിട്ട് ടി വി കണ്ടുകൊണ്ടിരുന്ന അവരുടെ മക്കളെയും ലൈക്ക് ഭാര്യനെയും കോടാലി വെച്ച് വെട്ടി കൊലപ്പെടുത്തുമായിരുന്നെന്ന് പറയുന്നുണ്ട്. ഈ സമയം അവിടേക്ക് ലില്ലി വിച്ച് കയറി വരുന്നുണ്ട്. ഇവരെ കണ്ടിട്ട് ക്രിസ്റ്റൽ പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. ബട്ട് അവര് അവിടേക്ക് കുറച്ച് ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത്. അതിന്റെ ഇടയ്ക്ക് ലില്ലി ലേഡി ഓണറിനോട് പറയുന്നുണ്ട്, കടയൊക്കെ നിങ്ങളെന്നെ വൃത്തിയാക്കി വെക്കാൻ നോക്കുകയാണോ, ഒരു ദിവസം ഇതെല്ലാം നശിച്ചു പോവാന്ന് ഇവരിങ്ങനെ പറയുന്നുണ്ട്. സംഭവം ഇവർക്ക് കുറെ മാജിക്കൽ പവേഴ്സ് എല്ലാം കൂട്ടി ഈ ടൗണിന്റെ തന്നെ അധിപയായിട്ട് നിക്കണം, അതാണ് കാര്യം. ഈ സമയത്ത് പുറത്തുള്ള നിക്കോയും എഡ്വിനും അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തിന് ഒരു ഹാൻസം യങ് പയ്യൻ വന്ന് ഇവരെ കൂട്ടിയിടിക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മുടെ ലില്ലിയുടെ ക്രോയാണത്. ഇവര് തമ്മിലുള്ള ആദ്യത്തെ ഒരു കണ്ടുമുട്ടലായിരുന്നു. സമയത്ത് അവൻ എഡ്വിനെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എഡ്വിൻ ആകെ ഷോക്ക്ഡ് ആയി പോകുന്നുണ്ട്. ഒരു മനുഷ്യ പയ്യനെ തന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കും. പറയുന്നു, ഓ ഗോസ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്ക് കാണാൻ പറ്റും ഗോസ്റ്റുകളെ. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റിന് ശേഷം ഞാൻ കോമയിൽ പോയി. ആ കോമയിൽ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും എനിക്ക് ഇവിടുത്തെ ഗോസ്റ്റുകളെ ഒക്കെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എബിലിറ്റി കിട്ടിയെന്ന് പറയുന്നുണ്ട്. അവൻ സ്വയം പരിചയപ്പെടുത്തുവാണ്, എന്റെ പേര് മോണ്ടി. അപ്പം അവന്റെ ആ ബുക്സിന്റെ കൂട്ടത്തിൽ നിന്നും അസ്ട്രോളജിയുടെ ഒരു ബുക്സ് കണ്ടിട്ട് എഡ്വിൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതിനെക്കുറിച്ചൊക്കെ പറയാനൊക്കെ തുടങ്ങിയപ്പം നിക്കോയ്ക്ക് മനസ്സിലായി ഇവര് തമ്മിൽ സിമിലർ ലൈക്ക് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവർ തമ്മിലൊരു ബോണ്ടിങ് ആയിട്ടില്ല, ബട്ട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ അന്നേ ദിവസം നൈറ്റ് ടൈമില് ക്രിസ്റ്റലും ചാൾസും എഡ്വിനും കൂടെ ഡെൽവിൻ ഫാമിലിയിലേക്ക് കേറി വരുവാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവര് വന്ന് നോക്കുമ്പോൾ അവിടെ ലൈറ്റ് തെളിയുന്നു. ദെൻ കുട്ടി ചെറിയ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി വന്നിരുന്ന് സോഫയിൽ വന്നിരുന്ന് ടിവി ഓണാക്കിയിട്ട് വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരെ വിളിക്കുന്നു. "അമ്മേ ബാ, ചേച്ചി ബാ, വന്ന് ടിവി കാണാ" എന്ന് പറഞ്ഞിട്ട് ഷോ തുടങ്ങുന്ന സമയം വന്ന് ടിവി കാണാന്ന് പറഞ്ഞ് അവര് വന്നിരിക്കയാണ്. ആ സമയത്തിന് ആ വീട്ടിലെ ഗൃഹനാഥൻ ഒരുമാതിരി ഒരു സൈക്കോ സ്വഭാവം, ഒരു ദേഷ്യഭാവത്തോട് കൂടി അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുന്നുണ്ട്. അയാള് മുകളിലത്തെ നിലേന്ന് ഇറങ്ങി വന്നിട്ട് ഒരു കോടാലി എടുത്തിട്ട് അവരുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അവിടുത്തെ ഭാര്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സോറി, ബ്രാൻഡൻ നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പുള്ളി പറയുവാണ്, ഞാൻ ആ ലെറ്റർ വായിച്ചു. നീ എന്നെ വിട്ടിട്ട് ഹഡ്സന്റെ കൂടെ ഓടിപ്പോകാനാണല്ലേ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ കോടാലി വെച്ചിട്ട് ഭാര്യയെ കഴുത്തിന് തന്നെ വെട്ടുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് ബാക്കി കുട്ടികൾ നിലവിളിക്കുന്നു. കുട്ടികളെയും അയാള് വെട്ടിക്കൊല്ലുവാണ് ചെയ്യുന്നത്. ഇത് നേരിട്ട് കണ്ടോണ്ടിരിക്കയാണ് ചാൾസും എഡ്വിനും ക്രിസ്റ്റലും കൂടെ. ഇവർക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും, ഇവരിവിടെ ഉണ്ടെന്ന് പോലും ഈ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനൊന്നും മനസ്സിലാവുന്നതേ ഇല്ല. ഈ ഒരു കൊലപാതകം നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ചാൾസിന് അത് ഭയങ്കര അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ചാൾസിന്റെ അച്ഛനും വളരെ അബ്യൂസീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഫാദറാണ്. അപ്പൊ അവനത് ഭയങ്കരമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. ഈ കൊലപാതകങ്ങൾ കഴിഞ്ഞിട്ട് മുകളിലത്തെ നിലയ്ക്ക് പോകുന്ന ആ ഒരു ഗൃഹനാഥൻ ഷൂട്ട് ചെയ്ത് സ്വയം ആത്മഹത്യ ചെയ്യുന്ന സൗണ്ട് അവര് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് നടന്നതെന്ന് അവര് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ അവിടെ വീണ്ടും ഒരു ലൈറ്റ് ഒക്കെ വന്ന് ആ ഒരു കൊച്ചുകുട്ടി പോകുന്നതായിട്ട് കാണുന്ന, കാരണം അവര് നേരത്തെ കണ്ട കാര്യങ്ങളോ പിന്നെ ഒന്നും കൂടെ നടക്കാണ്. അങ്ങനെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു ലൂപ്പായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇതൊരു ഒന്നല്ല രണ്ടല്ല, അവിടെ അവര് എത്രത്തോളം നേരം നിൽക്കുന്നു അത്രത്തോളം നേരം ഇവര് ഈ കൊലപാതകം അവരുടെ കൺമുന്നിൽ തന്നെ നേരിട്ട് അവർ കണ്ടോണ്ട് നിൽക്കുകയാണ്. ഇത് ഈ 3 പേർക്കും വളരെയധികം അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് എങ്ങനെ ഇതൊന്ന് നിർത്തലാക്കണം എന്നുള്ള ഒരു ഫീൽ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അവർ അതിനെക്കുറിച്ച് 3 പേരും ഡിസ്കസ് ചെയ്യുവാണ്. ഇവിടെ നിക്കോ എന്തിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിക്കോ അവളുടെ റൂമിലിരുന്ന് ബുക്സ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയത്ത് പുറത്ത് നല്ല ഇടിമിന്നലും മഴയൊക്കെ ഉണ്ട്. ആ സമയത്ത് ആ ബെൽജാറിലുണ്ടായിരുന്ന ഒരു ചെറിയ മനുഷ്യരും ഇവരും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കാണിക്കുന്നത്. ആ ചെറിയ മനുഷ്യര് പറയുന്നുണ്ട്, "നീ ഭയങ്കര ഭീരുവാണ്. അല്ലായിരുന്നെന്നുണ്ടെങ്കിൽ നിന്നെ ഇന്നലെ രക്ഷിച്ചെടുത്ത നിന്റെ ഫ്രണ്ട്സിനെ നീ ആ ഒറ്റയ്ക്ക് ആ ഹോണ്ടഡ് ഹൗസിലേക്ക് വിട്ടേറ്റ് നീ ഇവിടെ സുഖമായിട്ട് ഇരിക്കുവായിരുന്നോ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, "അതുകൊണ്ടൊന്നും അല്ല, അവരെന്നെ കൊണ്ടുപോകാഞ്ഞിട്ടാണ്. എനിക്ക് പവേഴ്സ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ അവര് എന്റെ നല്ല ഫ്രണ്ട്സ് ആണ്. അവരെന്തായാലും ഞാൻ രക്ഷിക്കാൻ പോകും. ഞാൻ പോണംന്നാണോ നിങ്ങള് പറയുന്നത്? എന്നാ ഞാൻ എന്തായാലും പോയിരിക്കും" എന്ന് പറഞ്ഞിട്ട് അവള് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു. ആ കൊലപാതകി അച്ഛന്റെ മൂഡിനെ ട്രിഗർ ചെയ്യുന്ന എന്തോ ഒരു സംഭവമുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് അത് നശിപ്പിച്ച് കളഞ്ഞാല് നമുക്ക് ഈ ഒരു കൊലപാതകം ഇല്ലാതാക്കുകയോ എന്തെങ്കിലും റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവര് വീട് ഫുള്ളും തപ്പുന്ന സമയത്ത് ഒരു പീസ് ഓഫ് പേപ്പർ കണ്ടുപിടിക്കുന്നുണ്ട് എഡ്വിൻ. അതെന്ന് പറഞ്ഞാൽ ഹഡ്സൺ യൂണിവേഴ്സിറ്റിന്ന് അവരുടെ മൂത്ത മകൾക്കുള്ള ഒരു അഡ്മിഷൻ ലെറ്റർ ആയിരുന്നു. അതാണ് അച്ഛൻ കണ്ടിട്ട് ഹഡ്സൺ എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെ അമ്മ ഒളിച്ചോടാൻ പോവാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇയാൾക്ക് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തിയത്. സോ നമുക്കിത് ഇപ്പം തന്നെ നശിപ്പിച്ചേക്കാന്ന് പറഞ്ഞ് ക്രിസ്റ്റൽ അത് കീറി നിലത്തിടുന്നുണ്ട്. ബട്ട് ആഫ്റ്റർ സം ടൈം അവിടെ ആ കീറിയ ലെറ്ററിനെ ഒന്നും കാണുന്നില്ല. പിന്നീട് ആ ലൂപ്പ് റീസ്റ്റാർട്ട് ആവുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അച്ഛൻ വന്ന് കബോർഡ് തുറന്ന് ലെറ്റർ എടുത്ത് വായിക്കുന്നു. കൊലപാതകം ചെയ്യാനായിട്ട് താഴെ പോകുന്നു. പിന്നെ ആ ലൂപ്പ്. സോ അവര് മനസ്സിലാക്കുന്നു ഇതെല്ലാം വേറെ എന്തോ ഒരു സാധനം ട്രിഗർ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഇവര് ഇരുന്ന് ഡിസ്കസ് ചെയ്യുവാണ്. ചാൾസ് അവിടെ നിന്ന് പറയുവാണ്, ഇയാൾ 1000 തവണ ഇയാളുടെ ഫാമിലി ഇതുപോലെ കൊല ചെയ്യുന്നത് എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവന്റെ ബാഗിലുണ്ടായിരുന്ന ഒരു ബാറ്റ് എടുത്തിട്ട്, നിന്റെ കയ്യിൽ ഒരു കോടാലി ഉണ്ടെന്നും വെച്ച് നിന്റെ കുടുംബത്തിനെ നിനക്ക് എന്തും ചെയ്യാന്നാണോ നീ വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ അടിക്കാനായിട്ട് ഓങ്ങുന്ന ടൈമ് തന്നെ ആ പുള്ളി അവന് ബാറ്റിനെയും കൂടെ അങ്ങ് തള്ളി മറിച്ച് ഇടുവാണ് ചെയ്യുന്നത്. താഴെ പോയി നിലത്ത് വീഴുന്ന ചാൾസിന് പിന്നെ ഒന്ന് അനങ്ങാനോ സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല.
അതിനുശേഷം അവര് മനസ്സിലാക്കുന്നു ചാൾസും ഈ ലൂപ്പിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. അതായത് ഈ ലൂപ്പ് തുടങ്ങുന്ന കൂട്ടത്തിൽ തന്നെ ചാൾസും അവിടെ പ്രസന്റ് ആവുന്നു. അവൻ അയാളെ കൊല്ലാൻ പോകുന്നു. അത് പിന്നെയും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ക്രിസ്റ്റലിനും എഡ്വിനും ഒന്നും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് നിർത്തലാക്കിയില്ലെങ്കിൽ അവർക്ക് ചാൾസിനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. സോ അവര് കുറച്ചും കൂടെ കാര്യമായിട്ട് റൂമിൽ പോയി അവരുടെ ഡിസ്കഷനും ഇൻവെസ്റ്റിഗേഷനും തുടങ്ങുവാണ്. ഈ ഒരു മ്യൂസിക് ഇവിടെ കേൾക്കുന്ന ഒരു മ്യൂസിക് ആണ് ഇതിനെല്ലാം കാരണം. ഇതാണ് ട്രിഗറിങ് ഫാക്ടർ. അയാള് റിമോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരു സ്റ്റീരിയോയോ ഒരു മ്യൂസിക് റെക്കോർഡറോ ഒന്നും തന്നെ നമ്മൾ കണ്ടില്ല എന്നും പറഞ്ഞിട്ട് അവര് റൂം ഒന്നും കൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാണ്. അങ്ങനെ അവർ ആ റൂമിന് പുറകിലായിട്ട് ഒരു സീക്രട്ട് റൂം കണ്ടുപിടിക്കുകയാണ്. അതിൽ കുറെ സിസ്റ്റമും ടേപ്പ് റെക്കോർഡേഴ്സും ഒക്കെ ഇരിക്കുന്ന കണ്ടു. ആ ടേപ്പ് റെക്കോർഡറിലെ ഇമേജസ് റീസ്റ്റാർട്ട് ചെയ്യുന്നതനുസരിച്ചാണ് ഈ വീട്ടിലെ ലൂപ്പും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ടേപ്പ് റെക്കോർഡർ എങ്ങനെയെങ്കിലും നമുക്ക് ഒന്നെങ്കിൽ തല്ലി പൊട്ടിക്കാം. തല്ലി പൊട്ടിക്കാന്ന് വിചാരിച്ചപ്പോൾ എഡ്വിൻ പറയുവാണ് നമ്മുടെ ചാൾസ് ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട്. സോ അവന്റെ ജീവനും ആപത്താണ്. നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ക്രിസ്റ്റൽ പറയുവാണ് എങ്കിലൊരു കാര്യം ചെയ്യാം. നമുക്കിതിലേക്ക് പുതിയ ഇമേജസ് ഇംപ്രിന്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആവുമ്പോ പഴയത് ഇറേസ് ആയി പോകും. സോ നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് അവര് ചെയ്യാൻ നിൽക്കുമ്പം അടുത്തൊരു പ്രശ്നം അവിടെ ഉദിക്കുകയാണ്. എന്താ അവിടെ ഹെല്ലിൽ വസിക്കുന്ന ഒരു ദേവത അങ്ങോട്ട് വരികയാണ്. ആ ദേവതയുടെ ജോലി എന്താന്ന് പറഞ്ഞാല് മനുഷ്യരുടെ നെഗറ്റീവ് ഇമോഷൻസിനെ ഫീഡ് ചെയ്യുവാണ് ഈ ദേവത ചെയ്യുക. സോ നമ്മള് ഏറ്റവും കൂടുതൽ എത്രത്തോളം നമുക്ക് ഹാപ്പി തോട്ട്സ് മാത്രം നമ്മുടെ മൈൻഡിൽ വെക്കാൻ പറ്റുമോ, ഈ ദേവത അടുത്തുള്ള സമയത്ത് അത്രയും വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടും. ഇല്ലാന്നുണ്ടെങ്കിൽ അവര് നമ്മളെ ഹെല്ലിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകും എന്ന് പറയുന്നു. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്രിസ്റ്റലിന്റെ തലയ്ക്കുള്ളിലാണല്ലോ ഡേവിഡ് എന്ന് പറഞ്ഞ ആ ഒരു ചെകുത്താൻ താമസിക്കുന്നത്. സോ ഡേവിഡ് അവന്റെ കയ്യിലാണ് നമ്മുടെ ക്രിസ്റ്റലിന്റെ ഒട്ടുമിക്ക മെമ്മറീസും. സോ അവക്ക് ഹാപ്പി തോട്ട്സ് ഒന്നും തന്നെ കിട്ടുന്നില്ല. സോ ഡേവിഡും ക്രിസ്റ്റലുമായിട്ട് അവിടെ ഒരു സംഭാഷണമൊക്കെ നടക്കുന്നുണ്ട്. പ്ലീസ് 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 അങ്ങനെ യാചിച്ച് അവസാനം ഡേവിഡ് കുറച്ച് മെമ്മറീസ് കൊടുക്കുന്നുണ്ട്. അതായത് അവര് തമ്മിൽ ഇഷ്ടത്തിലായിരുന്ന സമയത്തിന് അവര് കിസ് ചെയ്യുന്നതും അവര് ഡേറ്റിങ്ങിന് പോകുന്നതും മൂവി തിയേറ്റേഴ്സിൽ പോകുന്നതും അവർ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ കുസൃതത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ അവളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബട്ട് അത്രയ്ക്ക് അങ്ങോട്ട് അത് ഏക്കുന്നുമില്ല. അവസാനം ആ ഒരു ദേവത അടുത്ത് വരാറായപ്പോഴത്തേക്കിന് എഡ്വിൻ ക്രിസ്റ്റലിനെ വലിച്ചെടുത്ത് ആ റൂമിന് പുറത്ത് വന്ന് ആ ഒരു അലമാര വെച്ചിട്ട് ആ റൂമിന്റെ വാതിൽ അങ്ങ് അടയ്ക്കുവാണ് ചെയ്യുന്നത്. എന്തായാലും അതിനുള്ളിൽ തന്നെ പുതിയ ഇമേജസ് അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടേപ്പ് റെക്കോർഡറിലേക്ക് അവർ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ലൂപ്പ് അവിടെ നിന്ന് പോവാണ് ചെയ്യുന്നത്. അവൾ താഴെ വന്ന് നോക്കുമ്പോൾ അവൻ സ്വബോധത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അവന് ചാൾസിനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവർ എത്രയും വേഗം ആ വീടിന് പുറത്തിറങ്ങുകയാണ്. അതായത് ആഫ്റ്റർ ലൈഫിൽ നിന്നുള്ള ഡെഡ് എന്ന് പറഞ്ഞ പെൺകുട്ടി വരികയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ് അവളുടെ പണി. നമുക്ക് നേരത്തെ ഉള്ള എപ്പിസോഡ്സിൽ കണ്ടിട്ടുണ്ടല്ലോ. സോ അവര് നോക്കുമ്പോൾ താഴത്തെ നിലയിൽ ആ ഒരു നീല വെളിച്ചം വരികയും ആ അമ്മയും കുട്ടികളും സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേസമയം മുകളിലത്തെ നിലയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഫുള്ള് റെഡ് കളർ വെളിച്ചമാണ്. അതായത് ആ ഗ്രഹനാഥനെ ഹെല്ലിലേക്കാണ് കൊണ്ടുപോകുന്നത്. സോ അങ്ങനെ അവർ ആ ഒരു കേസ് അവിടെ സോൾവ് ആക്കി അവരാ വീട്ടിൽ നിന്നും പുറത്ത് വരുമ്പോഴുണ്ട് നമ്മുടെ നിക്കോ ഇവരെ അന്വേഷിച്ച് വരുന്നുണ്ട്. ദെൻ അവര് തമ്മില് നല്ല ഒരു എല്ലാം സോൾവ് ആക്കി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവര് 3 പേരും കൂടെ നിക്കോയ്ക്ക് പറഞ്ഞു കൊടുത്തോണ്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ടൈമില് അവിടെ ആരിരിപ്പുണ്ട്? ഹാൻസം ക്രോ. അത് നമ്മുടെ മോണ്ടി കാക്ക. പുള്ളിക്കാരൻ അവിടെ ഇരിക്കുന്നുണ്ട് എഡ്വിനെയും കാത്ത്. അങ്ങനെ അവസാനം എഡ്വിനും നമ്മുടെ മോണ്ടിയും തമ്മിൽ ഭയങ്കര സംസാരവും കാര്യങ്ങളും. അപ്പൊ പതിയെ ചാൾസും ക്രിസ്റ്റലും നിക്കോയും കൂടെ അവിടെ നിന്ന് ക്യൂട്ടാവുകയാണ്. സോ അവര് പോയി കഴിഞ്ഞപ്പോ നമ്മുടെ ലില്ലി വിച്ച് ഉണ്ടല്ലോ, അവരാണല്ലോ നമ്മുടെ ഈ മോണ്ടിയെ എഡ്വിന്റെ അടുത്ത്